നമസ്കാരം, കൊടുങ്കാറ്റ് ഇൻഫോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനെ തുടർന്ന് കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഈ വൈ ടി സ്റ്റുഡിയോ പറ്റിയുള്ള ചോദ്യം. വൈ ടി സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോ. യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വൈ ടി സ്റ്റുഡിയോ നോക്കാറുണ്ട്. അതിൽ നോക്കിയാണ് നമ്മൾ എല്ലാ കാര്യവും അറിയുന്നത്. വ്യൂസ് എത്രയായി, എങ്ങനെയാണ് ചാനലിന്റെ റീച്ച്, മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നതിനാണ്. അപ്പൊ എന്റെ സുഹൃത്തുക്കൾക്കുണ്ടായ ഒരു സംശയമാണ്, ഈ വൈ ടി സ്റ്റുഡിയോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യൂസ് കുറഞ്ഞു പോകുമോ എന്നുള്ളത്. എനിക്കും ആദ്യമായിട്ട് ഇങ്ങനെ സംശയം ഉണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ ഒരു 15-20 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം വൈ ടി സ്റ്റുഡിയോ നോക്കാറുണ്ട്. വ്യൂസ് ഒന്നും കുറയുന്നില്ല, ഒരു കുഴപ്പമില്ല. അപ്പോ ചില യൂട്യൂബേഴ്സ്, അതായത് തുടക്കക്കാരായവർക്കും കുറച്ചു പേർക്കുള്ള ഒരു ധാരണയാണ്, ഒരു തെറ്റായ ധാരണയാണ്, വൈ ടി സ്റ്റുഡിയോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യൂസ് കുറയും എന്നുള്ളത്. പക്ഷെ ഒരു കുഴപ്പമില്ല. ഞാനൊരു 15-20 തവണയൊക്കെ സാധാരണ ഒരു ദിവസം വൈ ടി സ്റ്റുഡിയോ നോക്കാറുണ്ട്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഇടുന്ന വീഡിയോ ആണ്. അപ്പൊ അത് എന്തുമാത്രം കയറുന്നു, എന്തുമാത്രം റീച്ച് ആവുന്നു എന്നൊക്കെ അറിയണമെങ്കിൽ ഈ വൈ ടി സ്റ്റുഡിയോ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ മിക്കവാറും ഒരു 15-20 തവണ ഒരു ദിവസം വൈ ടി സ്റ്റുഡിയോ നോക്കാറുണ്ട്. അപ്പൊ അതില് അപ്പൊ നോക്കും നമുക്കൊരു ഒരു ആത്മവിശ്വാസം കൂടുകയാണ്. വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം കൂടുകയാണ് ചെയ്യുന്നത്. ഒരു പ്രശ്നവും ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. വൈ ടി സ്റ്റുഡിയോ എത്ര തവണ നോക്കിയാലും ഒരു കുഴപ്പമില്ല. നമ്മുടെ വ്യൂസ് കയറുന്നത് അറിയണമെങ്കിൽ അത് നോക്കിയാലേ പറ്റുള്ളൂ. അപ്പോ വൈ ടി സ്റ്റുഡിയോ കൂടെ നോക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ആത്മവിശ്വാസം കൂടുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല നല്ല വീഡിയോസ് വീണ്ടും വീണ്ടും ഇടാൻ കഴിയുള്ളൂ. ഞാനും വൈ ടി സ്റ്റുഡിയോ ഒന്നുകൂടെ നോക്കാൻ പോവാണ്. രാവിലെ ഇട്ട വീഡിയോ എത്രയാ നോക്കട്ടെ. അപ്പോ ശരി, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.